ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജനസംവാദ യാത്ര നാടകം ഇന്ത്യയുടെ ഉപ്പ് സംഘടിപ്പിക്കുന്നു. കേരളത്തിൽ 1000-ലധികം കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കും. നാടകത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എഴുത്തുകാരനും പ്രഭാഷകനുമായ PN ഗോപികൃഷ്ണൻ എലവഞ്ചേരിയിൽ നിർവഹിച്ചു. എന്താ പറയുക, ചെറിയ ചെറിയ കുറ്റിക്കാടുകളൊക്കെ ആയിട്ട് തോന്നും, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിട്ട് തോന്നും, മലരണിക്കാടുകളൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഈ വിഷപ്പാമ്പുകൾ വസിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ കുറച്ചുകൂടി ഈ കാണുന്ന കാഴ്ചയ്ക്കപ്പുറം നമ്മൾ ഒന്ന് ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച ഒരാളായിരുന്നു പണിക്കർ സാറ് ഫാസിസത്തെ പറ്റി പറയുന്ന കാലത്ത്, ഹിന്ദുത്വ ഫാസിസത്തെ പറ്റി പറയുന്ന കാലത്ത് ആളുകളൊക്കെ ആ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിലും പലപ്പോഴും ചെറു ചിരിയോട് കൂടിയിട്ടാണ് അത് കേട്ടിരുന്നത്. കാരണം ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലാത്ത കാര്യം ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചിലതരം ആശങ്കകൾ കൊണ്ട് പറയുന്നതാണ് എന്നാണ് പലരും വിചാരിച്ചിരുന്നത്. കാരണം 84-ൽ 2 സീറ്റാണ് ഈ പറയുന്ന ഈ ഫാസിസ്റ്റ് പാർട്ടിക്ക്, ഇന്ന് നമ്മളെ ഭരിക്കുന്ന പാർട്ടിക്ക് ഉണ്ടായിരുന്നതെന്ന് ഓർക്കണം. 84 അധികം ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ അധികം ദൂരമൊന്നുമല്ല. പക്ഷേ വളരെ പെട്ടെന്ന് അത് 98 ആയപ്പോഴേക്കും അധികാരത്തിലേക്ക് എത്തുന്ന നില വന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് TK മീരാഭായ് അധ്യക്ഷത വഹിച്ചു. എലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രേണുക, നിർവാഹ സമിതി അംഗങ്ങളായ P അരവിന്ദാക്ഷൻ, KS സുധീർ, ജോജി കൂട്ടുമ്മൽ, MM സജീന്ദ്രൻ, ജയകുമാർ, പ്രദോഷ്, PM സുനിൽകുമാർ, ജനറൽ സെക്രട്ടറി V മനോജ് കുമാർ, K സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. നന്ദിയും രേഖപ്പെടുത്തി. മനോജ് നാരായണൻ സംവിധാനവും MM സജീന്ദ്രൻ സംഗീതരചനയും VK ശ്രീകണ്ഠൻ രംഗസജ്ജീകരണവും നിർവഹിച്ച നാടകം സുധാകരൻ ചൂലൂർ, സാബു രാമകൃഷ്ണൻ, വിഷ്ണു എലവഞ്ചേരി, അഭിരാമി, RK താനൂർ, പ്രബോഷ് എന്നിവരടങ്ങിയ സംഘം അവതരിപ്പിച്ചു. UTV ന്യൂസ്, പാലക്കാട്.